ജെസൽ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ശ്രീകരത്തിന്റെ നേതൃത്വത്തിൽ ആർ പ്രകാശ് അനുസ്മരണവും പ്രകാശദീപ പുരസ്കാര സമർപ്പണവും നടന്നു. ശ്രീകരത്തിന്റെ പ്രഥമ പ്രസിഡന്റ് ആർ പ്രകാശിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രകാശദീപം പുരസ്കാരത്തിന്റെ സമർപ്പണവും ആർ പ്രകാശ് അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. പുരസ്കാര നിർവഹണം ബാലസംസ്കാര കേന്ദ്രം ചെയർമാനും മുൻ ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷനുമായ വിജയരാഘവൻ നിർവഹിച്ചു. എന്റെ ഗ്രാമം ചൊവ്വര ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. ചൊവ്വര ഗ്രാമവും കൊച്ചിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, കൊച്ചി മഹാരാജാവിന്റെ വേനൽക്കാല വസതികൾ 5 കൊട്ടാരങ്ങൾ ചൊവ്വരയിൽ ഉണ്ടായിരുന്നു. 5 കൊട്ടാരങ്ങൾ. തമ്പുരാൻ വേനൽക്കാലമായി കഴിഞ്ഞാല് കുളിച്ച് താമസിക്കാനും കഥകളി കാണാനും ഒക്കെ ചൊവ്വരയിലാണ് വന്നിരുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് തീവണ്ടി, ഷൊർണൂർ പോകുന്ന പാസഞ്ചർ തീവണ്ടി, ആ തീവണ്ടിക്ക് ആലുവ കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ചൊവ്വരയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ അദ്ദേഹം പണി കഴിപ്പിച്ചു. ആ റെയിൽവേ സ്റ്റേഷനോട് അനുബന്ധമായി കഥകളി കോപ്പുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു മുറി അദ്ദേഹം പണി കഴിപ്പിച്ചു. പ്രദീപ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുരളീധരൻ മാസ്റ്റർ പുരസ്കാര ജേതാവായ ജൂഡ്സൺ MX മൈലോത്തിന് സമ്മാനിച്ചു. തുടർന്ന് കൊച്ചി നഗരസഭാ കൗൺസിലർമാരായ രഘുറാം പൈ അനുസ്മരണം നടത്തി. MG പൈ സ്വാഗതവും ആനന്ദരാജ് നന്ദിയും രേഖപ്പെടുത്തി. വലിയൊരു കാലയളവ് അദ്ദേഹത്തിന്റെ നിരന്തരമായ നിത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ ജൂഡ്സൺ ചേട്ടൻ ഇന്ന് എന്തുകൊണ്ടും ഈ പ്രകാശദീപം എന്ന ഈ ഒരു ആദരവ് ഏറ്റുവാങ്ങുവാൻ പൂർണ്ണ യോഗ്യനാണ്. നമ്മൾ ധാരാളം കാര്യങ്ങൾ പരസ്പരം നേരിട്ട് കണ്ടിട്ടുണ്ട്. വളരെ അധികം വർഷത്തെ അദ്ദേഹത്തെ എനിക്കധികം അറിയില്ല, അദ്ദേഹം ആർ പ്രകാശിന്റെ കുടുംബാംഗങ്ങൾ, ക്യാൻസർ, ഡയാലിസിസ് രോഗബാധിതർ, ഡോക്ടർമാർ, ശ്രീകരം സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ എന്നിവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആ നവംബർ 1 മുതൽ ഈ ഫെബ്രുവരി 27 വരെ 40 രോഗികൾ, എടുത്തു പറയാം, ഒരു 3 മാസമായിട്ടുള്ളൂ. ആ 40 രോഗികൾ അവിടെ വന്നു ചികിത്സ നേടി. ഏകദേശം 37ഓളം രോഗികൾ എന്ന് സുഖമായിട്ട് അവരുടെ വീടുകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങളെ കമ്മിറ്റികൾക്ക്, ശ്രീകരം കമ്മിറ്റികൾക്കാട്ടും കൂടുതൽ. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.